ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു ഏലക്കായും ഒരു ഇച്ചിരി ജീരകവും കൂടെ പൊടിച്ചിടണേ. പിന്നെ കുറച്ച് തേങ്ങ വേണം. നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. കൂടുതൽ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം, കുറച്ച് വേണ്ടുന്നവർക്ക് കുറച്ചെടുക്കാം. അരിപ്പൊടി അതിന് ഐസ് പൊടി തന്നെ ആയിരിക്കണേ. പിന്നെ ഇത് ശർക്കരയാണ്, ഇതൊരു ടിപ്പും കൂടെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ശർക്കര മേടിക്കാൻ വലിയ ഉണ്ട പോലെ വലിയ ശർക്കരയല്ലേ കിട്ടുന്നത്. ഇപ്പം ചിലത് ഇതിലും വലുതായിരിക്കും. ചിലപ്പം ഈ നല്ല കറുത്ത ശർക്കരയൊക്കെ മേടിച്ചാൽ കൂടുതൽ വലിപ്പം കാണും. അന്നേരം നമ്മളിങ്ങനെ ചിരണ്ടി ഇങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പാടല്ലേ. അതിന് നമ്മൾ ഇതുപോലെ ഈ പരിപ്പ് പയറും ഒക്കെ മേടിക്കുന്ന ചെറിയ കവർ കാണുമല്ലോ, എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോട്ട് നമ്മളൊരു വലിയ ഒറ്റ ഉണ്ട ശർക്കര എടുത്തിടണം. എന്നിട്ട് നമ്മൾ അരയ്ക്കുന്ന കല്ലില്ലേ, അരകല്ലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തി കുത്തി ഈ ഇഞ്ചി ഉള്ളിയൊക്കെ പൊടിക്കുന്ന കല്ലുണ്ടല്ലോ, അങ്ങനത്തെ കല്ലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മറ്റേ ആ ചെറിയ അമ്മി പോലത്തെ ഇതില്ലേ, ഇതുകൊണ്ടിങ്ങനെ ഇടിക്കണം. എന്നിട്ട് കുറച്ച് പ്രാവശ്യം കൂടുതൽ ഇടിക്കുമ്പോൾ ഇത് പൊട്ടിയൊന്നും പോകത്തില്ല. പൊട്ടി പോകാതിരിക്കാനാണ് നമ്മൾ 2 കവർ ഇട്ടേക്കുന്നത്. ഞാനത് തീരെ നൈസായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ. കുറേ പ്രാവശ്യം ഇടിച്ചാൽ നല്ല നൈസായിട്ട് പൊട്ടിക്കോളുവേ. എന്നിട്ട് ഞാനിതിങ്ങനെ പൊടിച്ച് വെച്ചേക്കുവാ ചെയ്യുന്നത്. അതിനെന്നറിയാമോ, അതിൻ്റെ ഞാൻ പിന്നെ കാണിച്ചു തരാതെ. പിന്നെ ഇതുപോലത്തെ ഈ പഴം ചേർക്കണം കേട്ടോ. ഇത് നമ്മൾ ശരിക്കും ഇത് ഏത്തപ്പഴം ചേർക്കുകയെന്നല്ല, ഇത് ഏത്തപ്പഴമല്ലേ, ഇത് ഈ സുന്ദരി വാഴയുടെ പഴമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ അകത്ത് സീഡില്ലേ. ഇവിടെ ഇഷ്ടംമാതിരി ഇങ്ങനത്തെ വാഴയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പഴം ഞാൻ പലതെടുത്ത് നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരിക്കലും സീഡ് കണ്ടിട്ടില്ല. എന്നിട്ട് കറുത്ത ഒരു കുരുകുരാന്നൊരു സാധനമില്ലേ ഈ പഴത്തിൻ്റെ അകത്തൊക്കെ, അത് ഇതിൻ്റെ അകത്തില്ല. ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയ സ്മെല്ലുണ്ട്. ഈ എന്തോ ഒരു എനിക്കിഷ്ടമില്ല. ഇവിടെ നമ്മളത് പഴുത്തിരിക്കുമ്പോൾ അടുക്കളയിലോട്ട് വരുമ്പോൾ ഭയങ്കര മണമാണ്. പിന്നെ ആ ശർക്കര അങ്ങനെ ഇട്ടതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഈ ശർക്കര ഉരുകി വരുന്നത് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ദോശക്കല്ലെ വെച്ച് അട ചുട്ടെടുത്താലും ഇവർക്ക് ആ ഉരുകി വരുന്ന ഭാഗം ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറിയ ചെറിയ പീസുകൾ ഇടുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നെയ്യ് ചേർക്കാം. ഇതിപ്പോൾ എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് നെയ്യ് ചേർക്കുന്നില്ല, പിള്ളേർക്ക് മാത്രമായിട്ടല്ല ഉണ്ടാക്കുന്നത്. പിന്നെ സാധാരണ വെള്ളം ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇത് ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ വാഴയില എടുക്കുമ്പം ഇതുപോലെ വളരെ നൈസായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും കിളുന്ത് വാഴയില എടുക്കാൻ നോക്കണേ. എന്നാ പറയുന്നത്, അധികം മൂത്ത് പോകാത്ത വാഴയില. അതെന്നാന്ന് പറഞ്ഞാൽ മൂത്ത് പോയതുണ്ടോ എടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇത് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരുമാതിരി വേറൊരു ടേസ്റ്റുമാണ്, ഒരു സുഖമില്ലേ. ഇപ്പോൾ വാഴയില ഇല്ലാത്തവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു ഇച്ചിരി നെയ്യ് നമ്മൾ കയ്യെ തടവിയേക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടേസ്റ്റ് വരികയും ചെയ്യും. പിന്നെ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കുകയില്ല. ഞാനൊരു സ്പെഷ്യലായിട്ടൊരു ശർക്കര കഷ്ണമൊക്കെ കയറ്റി വയ്ക്കുന്നുണ്ട്. നന്ദുവിനൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ ഉരുകി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവർ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പിടുത്തമൊക്കെ ഉണ്ടാക്കും. ആ ഉരുകിയ ശർക്കരയുള്ള അട വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇതൊക്കെ കഴിച്ചാലേ. പിന്നെ ഇതിനെ ബാക്കി കുറച്ച് ഭാഗം കൂടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയുള്ളൂ. ബാക്കി ഭാഗത്തിനകത്ത് കുറച്ച് അവൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല നമ്മുടെ സാധാരണ അവൽ തന്നെ. എന്നിട്ട് ഇത് ഞാൻ 2ആയിട്ടൊന്നും അല്ല വേവിക്കുന്നത്. ഇതിൻ്റെ മറ്റേത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചിട്ടേ ഉള്ളേ. അതിൻ്റെ മേലെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ചിരുന്നത്. അതിൻ്റെ മേലെ ഇത് ഇപ്പോൾ ഒരു 4-5 എണ്ണത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം അളവറിയാമല്ലോ, അതുങ്ങളെ കൂടി ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. രണ്ടും ഒരു സമയം നമുക്ക് 4 മണിയാകുമ്പോഴത്തേനും നമുക്ക് റെഡിയാകും. ഒരു 10 മിനിറ്റ് എന്നൊന്നും പറയുന്നില്ല, ഒരു അരമണിക്കൂർ നേരത്തെ പണിയുണ്ട് എന്നായാലും ഇത്. എന്നാ പറയുക, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, എല്ലാം റെഡിയാക്കി വെച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടുവേ. ആവി കയറിയാൽ മതിയല്ലോ. പിന്നെ ഇപ്പം തന്നെ ഇത് വെന്ത് കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ ശർക്കര ഇങ്ങ് ഉരുകി വന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് കണ്ടതേ ഇഷ്ടമാണ് പിള്ളേർക്ക് ഭയങ്കര. എന്നിട്ട് ആ ഒഴുകി വരുന്ന ഭാഗമൊക്കെ ഇവർ സ്പൂൺ കൊണ്ട് കോരി കുടിക്കും. ഈ പ്രത്യേക ടേസ്റ്റാണെന്നാണ് പറയുന്നത്. നല്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ആ ശർക്കര ഭാഗമൊക്കെ ഭയങ്കര ഇതിലും ഇതാണ് അവലിൻ്റെ കൂടെ ഇരിക്കുന്നത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റേ. ഇപ്പോൾ അവൽ ഇട്ട അതാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇലയ്ക്കകത്ത് ഇങ്ങനെ പരത്തി എടുത്തും ഉണ്ടാക്കാം. ഇപ്പോൾ ഇല ഇല്ലാത്തവർക്കും ഇങ്ങനെ തന്നെ എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. രണ്ടും 2 രീതി ഉണ്ടാക്കാം. ഇത് കണ്ടോ, ശർക്കര ഉരുകി വരുന്നത് കണ്ടോ. ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് ഇവിടെ ഇത് കഴിക്കാനും. പിന്നെ എപ്പോഴും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ എപ്പോഴും നല്ലത്. ഇനി വല്ലപ്പോഴും ഒക്കെ ബർഗറും പിസ്സായും പപ്സും ഒക്കെ കഴിക്കണം. എന്നാലും ഞാൻ പപ്സ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അത്ര ഭംഗിയൊന്നും രുചിയൊന്നും കാണുകയില്ല, എന്നാലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.